ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോൾ ലെവലിന് സീസൺ 2 എപ്പിസോഡ് 6. വീഡിയോ ലൈക്ക് ചെയ്യാൻ ശേഷം തുടങ്ങാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഓരോ ലൈക്കും എനിക്കൊരു മോട്ടീവ്. അതുപോലെ തന്നെ ബ്ലീച്ചിൻ്റെ നല്ല എക്സ്പ്ലനേഷൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു ചെക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ഡ്രീമായിട്ടൊരു 10K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റയെ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജീൻവോ പോയ മറ്റേ പോർട്ടലിൽ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് ഷൈൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എ റാങ്ക് എൻ്റെ അകത്ത് ഇ റാങ്ക് പോയിരിക്കുന്നു. അതുപോലെ ഇന്നലെ ബോസിനാണ് സമയത്ത് അവൻ കയ്യിലൊരു വെപ്പൺ പിടിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടല്ലോ എന്ന് ഷൈൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീനുവിൻ്റെ ബോസ് അവളോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പോഴാണെങ്കിൽ ഇവൾ പറയുന്നുണ്ട് ഒന്നുമില്ല, ഒരു ചെറിയ ബിസിനസ് ആണ്. ഒരു ആക്സിഡന്റിന് ശേഷം ജീനുവിൻ്റെ ബോസ് അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ചോദിക്കുകയാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോഴെങ്കിൽ ആ ബോസ് പറയുന്നത് കയ്യിൽ ഒരു ചെറിയൊരു ആയുധം കൂടെ ഉള്ളൂ, അതും കൂടെ വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവൾ അത് വേണ്ട പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് അവൾ വീണ്ടും റിട്ടേൺ വന്നതിന് ശേഷം ആ ഒരു ആയുധം വാങ്ങിച്ചതിന് ശേഷം ഒന്നും പറയാതെ അവൾ ആ പോർട്ടലിനകത്തോട്ട് പോവുകയാണ്. എൻ്റെ അടുത്താണെങ്കിൽ ഇവരെല്ലാം പേടിപ്പിക്കാൻ വേണ്ടി ആ ഓക്സൊക്കെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓർക്കും കൂടെ ചേർന്നിട്ട് നമ്മൾ സിറ്റിയിലോട്ട് വരികയാണെങ്കിൽ സിറ്റി മൊത്തത്തിൽ തകർത്തളയും എന്ന് അവിടെ ഇരിക്കുന്ന മൂന്നുപേർ ആലോചിച്ച് പറയുകയാണെങ്കിൽ ആ മൂന്ന് ഓർക്ക് അവർ മൂന്നുപേരും ഭയങ്കര പവർഫുൾ ആണ്, അതുകൊണ്ട് തന്നെ അവർ വേണം ആദ്യം കൊല്ലാൻ എന്ന് അവിടെ ഇരിക്കുന്ന മൂന്നുപേർ ആലോചിക്കുകയാണ്. ഞാനൊരു ഹണ്ടറാണ്. ഹണ്ടർ ജോലി എന്താണെന്ന് വെച്ചാൽ മോൺസ്റ്റേഴ്സിന് വന്നതിന് ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ജീവൻ ബലി കൊടുത്തായാലും ഈ ഒരു പോർട്ടൽ ഞാൻ ക്ലോസ് ചെയ്തിരിക്കും എന്ന് ക്യാപ്റ്റൻ അവൻ്റെ മനസ്സിൽ പറയുകയാണ്. പേടിച്ചു പോയ ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഓർക്കാണെങ്കിൽ അവൻ്റെ കുറച്ച് പവേഴ്സ് അവിടെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അവിടേക്ക് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റുകയാണ്. എന്താ ഇത്ര ഓറയാണ് ഈ മാജിക് പവറിന്റെ ഫ്രണ്ടിൽ ഹ്യൂമൻസ് എല്ലാം വെറും എലിയാണ് എന്ന് അവിടേക്ക് എല്ലാവരും ആലോചിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഗറിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോഴാണെങ്കിൽ ഗർ പറയണം ഒന്നുമില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്. അത് പിന്നെ എൻ്റെ പിൻഗാമികളെല്ലാം ഇപ്പോൾ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. ഇത് നമ്മളേക്ക് ജീവൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആണോ എന്ന് ക്യാപ്റ്റൻ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അതിനുശേഷം ഗറാണെങ്കിൽ നമ്മളെ ഹീറോനെ ശ്രദ്ധിക്കുക. ഈ ഒരു കൂട്ടത്തിൽ ധൈര്യമുള്ള പിന്നെ പവറിൽ ഒരുത്തമുണ്ടോ, എന്തായാലും ഇന്നത്തെ ഫൈറ്റ് ഭയങ്കര എൻ്റർടൈനർ ആയിരിക്കും എന്ന ഗർ അവൻ്റെ മനസ്സിൽ എല്ലാവരും അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ആ ഒരു ഓക്കിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ പിറകിൽ ആരും അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല. കാര്യം അവിടേക്ക് എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവിടെ കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഗറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഗറാണെങ്കിൽ അവിടെ ഒരു പേര് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു അറ്റാക്ക് ഗറിൻ്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അതിനുശേഷം ഗർ ഏറിയുന്നുണ്ടായിരുന്ന ക്യാപ്റ്റനെ പിടിച്ചതിന് ശേഷം ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്തുകൊണ്ട് താഴോട്ടും മുകളിലോട്ടും വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീൻവോ ഒരു കാര്യം ചെയ്യുകയാണ്, വേറൊന്നുമല്ല അവൻ്റെ പവർ അവരെല്ലാവരും ഉപയോഗിച്ച് റിവീൽ ചെയ്യുകയാണ്. ഓടിപ്പോയിട്ട് ജീൻവോ ക്യാപ്റ്റനെ പിടിക്കുകയാണ്. ഈ ഡഞ്ചൻസ് എല്ലാം എൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടതാണ്, അപ്പം ഞാൻ കൊന്നോട്ടെ. അപ്പോൾ ക്യാപ്റ്റൻ പറയാണ് തീർച്ചയായിട്ടും നീ കൊല്ലണം. അവിടെ ഇരുന്നുകൊണ്ട് ഗർ പറയാണ് എനിക്ക് ഇതിൻ്റെ പവർ മനസ്സിലാവും. അപ്പോഴെങ്കിൽ ജീൻവോ പറയുന്നുണ്ട് ആളാ എനിക്ക് മനസ്സിലാവും, നിന്റെ പവറും എനിക്കറിയാം, പക്ഷെ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ജീൻവോ അവൻ്റെ മൊത്തം ഷാഡോ മോണർസിനെയും അവിടെ അസംബിൾ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് അവരെല്ലാം കണ്ണും തള്ളി അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഹണ്ടർ അസോസിയേഷനിലത്തെ കുറച്ച് ആൾക്കാർ ഗേറിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവരെ കണ്ടതും ജീൻവോയുടെ ലീഡർ ഇവരോട് ചോദിക്കുകയാണ് എന്ത് പറ്റി, എന്തിനാണ് വന്നതെന്ന്. അപ്പോഴാണെങ്കിൽ അവർ പറയാം ജീൻവോ ജീൻവോ അവനവിടെ. അപ്പോഴാണെങ്കിൽ ആ മറ്റേ ലീഡർ പറയുന്നുണ്ട് അവനാണെങ്കിൽ എസ് റാങ്ക് ടീമിൻ്റെ കൂടെ സാധനങ്ങൾ മാത്രം പിടിച്ചെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഈ ഒരു പോർട്ടലിനകത്ത്. അതിനുശേഷം ജീൻവോ അറിയാതെ തട്ടിയിട്ട മറ്റേ അവൻ ഉണ്ടല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ അവിടെ വന്നതിന് ശേഷം പറയാണ് സാർ അവനെ പറ്റി എന്തെങ്കിലും പറയണ കാര്യം, അവന് പ്രാന്തുണ്ടോ ചെറിയ ഡൗട്ടുണ്ട്, അവനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഇതും കൂടെ കേട്ടപ്പം ആ ഗേറ്റ് ലീഡർ എടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ജീൻവോനെ തപ്പുന്നതെന്ന്. അപ്പോഴാണെങ്കിൽ അവർ പറയാണ് നിങ്ങൾ നാളെ ന്യൂസ് കണ്ട് മനസ്സിലാക്കിയാൽ മതി എന്ന് മറ്റേ ഹണ്ടർ ഓർഗനൈസേഷനിലെ കണ്ണാടി വെച്ച ആൾ പറയാണ് അയാളോട്. ഷൈൻ എന്ത് പറഞ്ഞിട്ട് പോയോ അതുപോലെ തന്നെയാണ് ഇയാളും എന്തോ പറഞ്ഞിട്ട് പോകുന്നു. രണ്ടുപേരും പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന പോർട്ടലത്തെ ലീഡർ അവിടെ ആലോചിക്കുക. അതിനൊരു വെളിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മാജിക്കൽ സ്ട്രെങ്ത് അവരെല്ലാം സെൻസ് ചെയ്യുന്നത്. അവത്തിരിക്കുന്ന ചായനൊരു ശ്രദ്ധിക്കുകയാണ്. ഓർക്കിനെ അവർ എങ്ങനെ കൊന്നു, അതുപോലെ ഇപ്പം അകത്തെന്തോ ആപത്തുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ മുടി കെട്ടിയതിന് ശേഷം അകത്തോട് നടന്ന് പോവുകയാണ്. അല്ല ഈ ബൊമ്മ കുട്ടികളെ വെച്ചിട്ടാണോ നീ എൻ്റെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴെങ്കിൽ ജീനു പറയാണ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നും പറഞ്ഞിട്ട് ജീൻവോ അവിടെ ഒരു സ്കിൽ അപ്ലൈ ചെയ്യാണ് അവിടെ ഇരിക്കുന്ന എല്ലാ സോൾജേഴ്സിൻ്റെ മേലും. മോണാർക്ക് ഡൊമൈൻ എന്നൊരു സ്കില്ലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സോൾജേഴ്സിൻ്റെ മേലും ഇപ്പോൾ ജീൻവോ ഉപയോഗിച്ച്. എൻ്റെ ജീൻവോ പറയാണ് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എന്നെ ഡീമൺ കാസിൽ ഫൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ സ്കില്ല് 70 മുകളിലായി. അപ്പം എനിക്ക് കിട്ടിയ റിവാർഡ് സ്കില്ലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. ഈ ഒരു സ്കില്ല് തരാം, നിൻ്റെ ഫാമിലി എല്ലാം ഞാൻ കൊന്ന് കാണിച്ചു തരാം എന്ന് ജീൻവോ ഗേറിനോട് പറയാണ്. അപ്പോൾ അവിടെ ജീൻവോ ടീം ഉണ്ടായിരുന്ന ഒരുത്തൻ പറയാണ് എന്നെ കൊണ്ട് ഒരു നേരത്ത് 2 പേരെ മാത്രമേ സമൺ ചെയ്യാൻ പറ്റുള്ളൂ, ഇവനെ തന്നെ ഇത്ര പേരെ സമൺ ചെയ്തു എന്ന് അവിടെ ഇരിക്കുന്ന ഒരുത്തൻ ആലോചിക്കുക. എല്ലാവരും പോയി അറ്റാക്ക് ചെയ്യും എന്ന് ഗറിൻ്റെ ടീമിൽ ഗർ ഓർഡർ കൊടുക്കുകയാണ്. അതിന് ജീൻവോയുടെ ടീമും കൂടെ ഒന്നും പറയാതെ പോയി ഫൈറ്റ് ചെയ്യണം. എല്ലാവരും വളരെ ബ്രൂട്ടലി വരുന്ന എല്ലാ ഓക്സിനെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീൻവോ വരുന്ന കാണുന്ന എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ബ്രൂട്ട്. അല്ല ഇത്രയും പവർ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ സാധനങ്ങൾ മാത്രം പിടിക്കാൻ വേണ്ടിയോ ഇവിടെ വന്ന് അവന് ഫൈറ്റ് ചെയ്തൂടെ എന്ന് അവർ ടീമിൽ ഒരാൾ ആലോചിക്കുകയാണ്. ഈ ഓർക്കിനെല്ലാം ബി റാങ്കിൻ്റെ പവറുണ്ട്. കാര്യം ഒന്നിനെ കൊല്ലാൻ വേണ്ടി 3 ഷാഡോ ആർമിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എനിക്കെല്ലാം തീർക്കണം എന്ന് ജീനുവിൻ്റെ മനസ്സിൽ പറയാം. അതിനുശേഷം ഗറാണെങ്കിൽ ആ ക്യാബിൻ്റെ അറ്റാക്ക് നിർത്താൻ വേണ്ടി ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ബാരിയർ വെച്ചിട്ട് ജീനുവിനെ നേരെ അറ്റാക്ക് ചെയ്യണം. എന്നിട്ട് താഴെ വീഴുന്ന ഓരോ കല്ലും ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്തതിനു ശേഷം മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ജീനുവിക്ക് നേരെ ആക്കുകയാണ്. അപ്പോഴേക്കും ജീനു ആണെങ്കിൽ അവിടെ നിന്ന് മാറി മാറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ മാജിക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ജീനുവിനെ പിറകിലോട്ട്
അങ്ങോട്ട് ആ ഒരു ബോസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്തിനാ പിടിച്ച് നീ എൻ്റെ പിറകോട്ട് മാത്രം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴെങ്കിൽ ഗർറ് പറയാണ് അത് പിന്നെ നിന്റെ ക്ഷമ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റേ ഹണ്ട ഓർഗനൈസേഷനിലത്തെ ആൾക്കാരെ കാണിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവർ പറയാണ് ഇതൊരു എസ് റാങ്ക് ഗേറ്റാണ്. അപ്പോഴെങ്കിൽ മറ്റേ കനഡേഴ്സ് ആൾ പറയുന്നുണ്ട് തന്നെ മറ്റുള്ള ഗിൽഡിനൊക്കെ ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ ജീൻവോനെയും പിന്നെ ഗറിനെ കാണിക്കണം. അപ്പോൾ ഗർ ജീനുവോട് പറയാണ് പെട്ടെന്ന് തന്നെ നിന്റെ EP എല്ലാം തീരും, അതിനുശേഷം നിന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കും. അപ്പോൾ ജീൻ ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഇതിൻ്റെ ഒരു പവർ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അവൻ സിസ്റ്റത്തിൽ നിന്ന് അവർ ജ്യൂസ് എടുക്കുകയാണ്. യഥാർത്ഥ റെഗോറോ പാഡ്സിൻ്റെ പവർ ഞാൻ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ജീൻവോ അവൻ കൊന്നിട്ടുണ്ടായിരുന്ന എല്ലാ ഓക്സിനും അറൈസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷാഡോ മെമ്പേഴ്സ് ആക്കിയാണ്. അവർ രണ്ടുപേരും പിന്നെ നീയും നിങ്ങളെല്ലാം എൻ്റെ ഷാഡോ ആർമിയിലോട്ട് തന്നെയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് ജീൻവോ അവരോട് ധൈര്യത്തോടെ പറയാണ്. ഗറിനാണെങ്കിൽ അവൻ്റെ വിഷ്വൽസ് ഒക്കെ ക്ലിച്ച് ആവാൻ എന്നിട്ട് പറയാണ് ഹ്യൂമൻസ് ലോഡ് ഇവർക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവൻ പിച്ചുമായി പറഞ്ഞതിന് ശേഷം പോയി അവരെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹ്യൂമൻസിനെ കൊന്നിട്ട് എന്ന് പറയാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ചോയിനെ കാണിക്കുകയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം നടന്നു കഴിഞ്ഞു. ആ ഗേറ്റ് പൊളിയാണെങ്കിൽ അതിനകത്തുള്ള ഡഞ്ചൻസ് ഒക്കെ ഒളിയുന്നതിന് ശേഷം ജീജോ ഐലൻഡ് എന്ന് നടന്നു അത് തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഫോഴ്സിനെ കൊണ്ട് ആ ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ട് പോകണം, അത് മാത്രമേ ഒരു വഴിയുള്ളൂ. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ജപ്പാനിലുള്ള എല്ലാ ഹണ്ടേഴ്സിനും മെസ്സേജ് അയക്കും. അപ്പോഴെങ്കിൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട് സാർ ഇപ്പോൾ തന്നെ എല്ലാ എയർ റാങ്ക് ഹണ്ടേഴ്സിനും മെസ്സേജ് അയച്ചു കഴിഞ്ഞു. അപ്പോഴെങ്കിൽ ജോ പറയാം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ടൈഗർ ഗിൽഡിൻ്റെ അടുത്തും ഫീൽഡ് ടീമിൻ്റെ അടുത്തും നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ജോ അവിടെ താഴെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ ടാങ്ക് ആണെങ്കിൽ വളരെ കിഡിലും ഒരു ഓർക്കിലത്ത ഒരു വൈസ് സെലറായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവസാനം അവനെ തല വെട്ടുകയാണ് ടാങ്ക്. ഇഗ്രീസിന്റെ കാര്യം പറയണ്ടല്ലോ, അവന് വളരെ കിഡിലുമായിട്ട് വളരെ വയലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും തല തന്നെ വെട്ടി കൊല്ലുകയാണ്. അപ്പോഴെങ്കിലും ജീൻവോ പറയാണ് ജനറൽസ് എല്ലാം നല്ല കിഡിലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴെങ്കിലും മറ്റേ അവൻ്റെ ടീമിൻ്റെ അത് കുറച്ചൊരു പറയാണ് നമുക്ക് ജീൻവോനെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജീൻവോ ഹെൽപ്പ് ചെയ്യേണ്ടി ഒരു വരും. അവർ ദേഹത്ത് എന്തോ മാജിക് പെട്ടതിന് ശേഷം അവരുടെ ദേഹത്തൊക്കെ എന്തോ പോലെ ആവുകയാണ്. അപ്പോഴെങ്കിലും ആ ഒരു ഗർറ് പറയാണ് ഓഡിയൻസ് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ഓഡിയൻസ് കളി കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഗർറാണെങ്കിൽ ജീനുവിനെ കേഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ ജീനു ആണെങ്കിൽ അവൻ മെയിൻ മെമ്പേഴ്സിനെ വിളിച്ചതിന് ശേഷം ആ ഗറിന് നേരെ ഫയർ അറ്റാക്ക് യൂസ് ചെയ്യുകയാണ്. ഗറാണെങ്കിൽ അവന് സ്വയം രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു ഷീൽഡൊക്കെ വരുത്തുന്നുണ്ട്. പക്ഷേ ജീനുവൊക്കെയാണെങ്കിൽ മുമ്പ് ഒരു കിട്ടിയ സ്റ്റോൺ ഉണ്ടല്ലോ അവരുടെ മാച്ച് ബോക്സ് ഒക്കെ ഡബിൾ ആക്കുന്നത്, അത് ഉപയോഗിച്ചതിന് ഗറിന്റെ ഷീൽഡും പൊളിക്കുകയാണ്, കൂടുതൽ ഗറിന്റെ മാസ്ക് വരെ പൊളിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ചൈന ആണെങ്കിൽ അവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ട് അന്തുവിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവനെ ഇത്രയും സോൾജേഴ്സിനെ ഒറ്റ സമൺ ചെയ്തു. വൈസ് മാസ്റ്റർ നിങ്ങളോട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ജീനുവിന്റെ ടീം ഉണ്ടായിരുന്നവരൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവർ പറയാണ് അത് പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി നോക്കാൻ വേണ്ടി വന്നതാണ്, പിന്നെ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ പറ്റും. അപ്പോഴെങ്കിൽ ഗർ ഒരു ജയന്റ് മാജിക് ഉപയോഗിച്ചതിന് ശേഷം ഗർ ഇപ്പോൾ ജയന്റ് ആയിരിക്കുകയാണ്. അപ്പോഴേക്കും ജീൻവോ പറയാണ് സോറി എനിക്ക് ജയന്റിനൊന്നും ഭയങ്കര ഇഷ്ടമല്ല, കാര്യം അവരെ പറ്റി എനിക്കൊരു വൃത്തികെട്ട മെമ്മറി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഡബിൾ ഡജൻ അറ്റാക്കിനെ പറ്റിയാണ് ഇപ്പോൾ അവൻ പറഞ്ഞത്. അതിനുശേഷം ഗറാണെങ്കിൽ ജീനുവിൻ്റെ ചവിട്ടാൻ നോക്കുന്നുണ്ട്, ജീനോ സിമ്പിളായിട്ട് അത് മാറുന്നുണ്ട്. അതിനുശേഷം ഗറാണെങ്കിൽ കുറേ ഫയർ ഡജൻസിനെ കൊണ്ട് ജീനോയ്ക്ക് നേരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ജീനോയ്ക്ക് ഒന്നും പറ്റുന്നില്ല. ജീനോ സിമ്പിളായിട്ട് സൈഡ് മാറി ആ ഗറിനെ ഒരു കണ്ണ് കുത്തി പൊട്ടിക്കുകയാണ്. ഒരു അസാസിൻ ലെവൽ ഫൈറ്റർ ആയിട്ടുള്ള എനിക്ക് ഇതൊക്കെ നിന്നെ കൊല്ലാൻ വെച്ച വെറും സിമ്പിൾ കാര്യമാണ് എന്ന് ജീൻവോ ഗറിനോട് പറയാം. അതിനുശേഷം ജീൻഡോ അവനെ സ്ട്രെങ്ത് ഉപയോഗിച്ചതിന് ശേഷം ഗറിനെ നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം ജീൻഡോ ആണെങ്കിൽ അവൻ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഒരു ചങ്ങലെടുത്തതിന് ശേഷം അവനെ കെട്ടി താഴോട്ട് ഇടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹണ്ട ഓർഗനൈസേഷനിലെ കണ്ണടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈൻ അവനോട് ചോദിക്കുകയാണ് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട് അത് പിന്നെ നമ്മൾ മാജിക് പവർ ട്രേസ് ചെയ്യാനോട് വന്നത്, പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴൊരു കാര്യം മനസ്സിലായത് ഇവിടെ നമ്മളെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ചൈൻ ആണെങ്കിൽ അവനോട് ചോദിക്കുകയാണ് ജീനുവിനെ അറിയാവുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ജീവനെ പറ്റി അത്ര അറിയില്ല എന്ന് പറഞ്ഞ് ജീനുവിനെ പറ്റി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമ്മണിങ് മാജിക്കും IQ ലെവലും പിന്നെ ബാറ്റിൽ എക്സ്പീരിയൻസും ഇതാണോ അവൻ്റെ യഥാർത്ഥ പവർ എന്ന് അവളെ മനസ്സിൽ ആലോചിക്കുക. ഒരു ബേസ് അവൻ്റെ ഗാർഡ് താക്കുന്നു, അപ്പോൾ തന്നെ അവൻ തോറ്റെന്നാണ് അർത്ഥം എന്ന് ജീനു ആണെങ്കിൽ ഗേറിനോട് പറയുകയാണ്. അതിനുശേഷം ജീനു ആണെങ്കിൽ അവൻ്റെ ആർമീനെ വെച്ച് തന്നെ അവനക്ക് നേരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അവനാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് മരിക്കുകയാണ്. അവൻ്റെ മെമ്പേഴ്സിനെ കൈ കൊണ്ട് അവൻ മരിക്കുകയാണ്. ഡഞ്ചൻ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ജീനുവയ്ക്ക് ഇഷ്ടംപോലെ ലെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ജീനു പറയുന്നുണ്ട് മൊത്തം സ്ഥാനവും ഞാൻ അടുത്ത ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജീനു ഒരു കാര്യം ചെയ്യുക. അവൻ്റെ ഷാഡോ മോണർസിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഷാഡോ മോണർസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ അവന് പേര് ആഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. എൻ്റെ ഷാഡോ നമ്പർ നീ ആയപ്പോൾ തന്നെ നീ ഭയങ്കര സൈലന്റ് ആയാലോടാ, നിന്റെ പേര് കീബാന്ന് വെക്കാം, പക്ഷേ നിന്റെ പേര് ട്രക്ക് എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവൻ്റെ ഷാഡോ മോൺസ്റ്ററിൽ അവ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അവ വേറൊരു കാറ്റഗറി പെടുന്ന ഒരു മോൺസ്റ്ററാണ്. എന്ന് പറയുമ്പോൾ എലൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു മോൺസ്റ്ററാണ്. ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഹണ്ട ഓർഗനൈസേഷനിലത്തെ ആൾക്കാരും പിന്നെ ജീനുവിലെ ടീമിലത്തെ ആൾക്കാരും അവിടെ വരികയാണ്. ഇവനെ എക്സ്ട്രാക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇവരെ കാര്യം ശ്രദ്ധിച്ചില്ല, ഇനി ഇവരത്തിന് എന്തിനു പറഞ്ഞ് സമാധാനപ്പെടുത്തും, ഇവരത്തിന് എന്തോന്നൊക്കെ പറയുന്നത് ജീനുവിനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടെ കണ്ണാടി ദിവസം പറയാണ് ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സീക്രട്ടായി വെക്കുന്നതാണ് നല്ല കാര്യം, അതാണ് സംജിനുവയ്ക്കും നല്ലത്, നമുക്ക് എല്ലാവർക്കും നല്ലത്. അവൻ്റെ എസ് റാങ്ക് പവേഴ്സൊക്കെ നിങ്ങളെല്ലാവരും രക്ഷിക്കാൻ വേണ്ടി അവ ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരടുത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ കാര്യം വേണ്ടി ആരുടെ പറയാതിരിക്കേണ്ടതാണ്. ജീനോ നമ്മളെല്ലാം രക്ഷിച്ചിരുന്ന നന്ദി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ജീനോ എടുത്ത് താങ്ക് യു പറയുന്നുണ്ട്. ജീനോയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ മരിക്കുകയാണെങ്കിൽ ഫാമിലി കൊടുക്കാൻ വേണ്ടി ഒരു ബുക്ക് ഒരു പെൺകുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജീനോ ആണെങ്കിൽ ആ ബുക്ക് അവിടെ തന്നെ റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. ഇത് നീ തന്നെ നിന്റെ അമ്മയ്ക്ക് കൊടുത്തോ എന്ന് ജീനോ അവളോട് പറയാണ്. ജീനോ തിരിഞ്ഞാണ് നോക്കുമ്പോൾ ജീനോനെ വിളിക്കാൻ വേണ്ടി ചൈൻ നോക്കുന്നുണ്ട്. അപ്പോഴെങ്കിലും അവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് എന്ത് പറ്റി വൈസ് ക്യാപ്റ്റൻ ഒരു ഓടാലും പിടിച്ചോണ്ട് നിൽക്കുന്ന. അപ്പോഴെങ്കിലും അവൾ പറയാണ് എന്നെ പറ്റി എല്ലാവരും എന്തൊക്കെ വിചാരിച്ച്
കാണും. അതിനുശേഷം പിറ്റേ ദിവസം മറ്റേ കണ്ണാടി വെച്ച അസിസ്റ്റന്റ് ആണെങ്കിൽ ചോയിൻ്റെ അടുത്ത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴാണെങ്കിൽ ചോ പറയാണ് വൈറ്റ് ടൈഗറിലത്തെ ഹെൽപ്പ് കിട്ടിയോണ്ട് തന്നെ ഈ കാര്യം വലുതായിട്ട് ഇത് ആരും അറിയില്ല. മരിച്ചുപോയ സോൾജേഴ്സിനെ വീണ്ടും റിക്കവർ ചെയ്യുന്നു, അവർ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. അസാസിൻ ലെവൽ സ്ട്രെങ്തും പിന്നെ അവർ IQ ലെവലും. അപ്പോഴാണെങ്കിൽ ചോ അവരോട് ചോദിക്കുകയാണ് ഞാനാണോ സങ്ജിനോ ആണോ ഏറ്റവും കൂടുതൽ പവർഫുൾ. അത് പിന്നെ ഒരു റൈഡ് കിടക്കുകയാണെങ്കിൽ ആ റൈഡ് നിർത്തിയുടെ കഴിവ് ആരെയെന്ന് വെച്ചാൽ അതൊരു ഗണ്ടറിന്റെയാണ്. അവർ റൈഡ് ഉദ്ദേശിച്ച വേറൊന്നുമല്ല ഈ ഡഞ്ചർ അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ താങ്കൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എ റാങ്ക് ഡഞ്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോഴാണെങ്കിൽ ചോ പറയാണ് ഓ ഇല്ല എന്നെ ഫൈറ്റ് ചെയ്യാറില്ല, എൻ്റെ അൾട്ടിമേറ്റ് ഹണ്ടർ എന്നുള്ള പേര് ജോക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഷോ അവിടെ നിന്ന് ഇറങ്ങുകയാണ് വെളിയിലോട്ട്. അവിടെ നിന്ന് കട്ട് ജീനോ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴെങ്കിലും അവൻ ജീനോ ചോദിക്കുകയാണ് നിന്റെ അച്ഛനടുത്ത് ഗിൽഡിന്റെ കാര്യം എന്തായി. അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട് അത് പിന്നെ ബോസ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുത്തനെ കാണിക്കുകയാണ്. അവൻ പറയാണ് ഇവരെല്ലാവരും എന്നെ ഇന്റർവ്യൂ എടുക്കാണ് വന്നിരിക്കുന്നത്. ലീ വിൻസെന്റ് മനുഷ്യന്മാർ ലിമിറ്റ് എല്ലാം താണ്ടിയവൻ, കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് അവൻ പറയാണ്. അവിടെ വെച്ച് സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 6 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക. ഇനിയുള്ള സോളോ ലെവലിംഗിന്റെ മലയാളം എക്സ്പ്രഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബ്ലീച്ച് കാണാത്തൊരു ബ്ലീച്ച് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ലാസ്റ്റ് വീഡിയോ ആണ് ബ്ലീച്ചിന്റെ മലയാളം എക്സ്പ്ലനേഷൻ. അപ്പോൾ അടുത്ത ആഴ്ച എപ്പിസോഡ് 7 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് എക്സ്പ്ലനർ സൈനിങ് ഔട്ട്.